അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. അപ്പം ഇന്നും മഴക്കാറും ഉണ്ട് വെയിലും ഉണ്ട് കേട്ടോ. മഴയൊക്കെ എല്ലാവർക്കും കിട്ടിയോ? ഇവിടെ 2 മഴ 3 മഴയൊക്കെ ഇല്ല പെയ്തിട്ടുള്ളൂ. അപ്പോഴത്തെ വെള്ളമൊക്കെ അയക്കുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് വെള്ളപ്പൊക്കമൊക്കെ പറയുന്നത് നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ മുരിങ്ങ താളിപ്പാട്ടോ. കാക്ക മീനേറ്റ് പൊഴിക്കണു വന്നിട്ടില്ല ഇതിന്. അപ്പം മീൻ വിട്ട് കഴിഞ്ഞാൽ വറക്കാലോ. തേങ്ങ നരക്കണില്ല കേട്ടോ. തേങ്ങ ഇനിയിപ്പോൾ ഇത് ചെയ്യണം. ഞാൻ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കുടിക്കാണ്ട് വാട്ടിയിട്ട് ചതച്ചിട്ടോ വെളുത്തുള്ളി ചുവന്നുള്ളിയില്ല. പിന്നെ അതാ പച്ചമുളക് നല്ലോണം വാടിയിട്ട് അതിലേക്ക് കഞ്ഞിയുടെ വെള്ളം ഇതാ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒഴിക്കുക. അത് തിളക്കുമ്പോൾ മുരിങ്ങണ്ട കേട്ടോ. പാകത്തിന് വെള്ളം ഇഷ്ടമുള്ള പോലെ ഇന്ന് പ്രധാനം കാക്കാനെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമല്ല നോക്കാം. ആ സമയം വരില്ല, അങ്ങനെയാണ് കേട്ടോ. ഏതിനേലും കുറച്ചോടെ വളർന്നൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഇനി പിന്നെന്താ പറയാം. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മുരിങ്ങ ഇടട്ടെ കേട്ടോ. മുരിങ്ങട്ട് 2-3 തളം തിളച്ച വേഗം വാങ്ങിയേക്കട്ടോ. വല്ലാതെ തിളച്ചാൽ കഴിക്കുള്ളൂ. അപ്പോൾ കണ്ട നമ്മൾ അടിപൊളി മുരിങ്ങ കൂട്ടാനാട്ടോ. ഇതുകൊണ്ട് ഉണ്ടായ പിന്നെ എന്തെങ്കിലും ഒന്ന് പൊരിച്ചതും കിട്ടിയ മക്കളെ ചോറ് തിന്നാൻ നല്ല മാതിരിയാണ്. ഇതൊക്കെ മതിയിലൊക്കെ ചോറിന് പിന്നെ ഞങ്ങളെല്ലാം ഉള്ളൂ. പിന്നെ തേങ്ങയും പിന്നെ പരിപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചാൽ നല്ല രസം തന്നെ കേട്ടോ. ഒക്കെ മുരിങ്ങ എങ്ങനെ വെച്ചാലും രസം തന്നെ. ഉപ്പേരി വെച്ചാലും ഒക്കെ നല്ല രസമാണ്. മുരിങ്ങ നമ്മളവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ കൂട്ടാതെ പിന്നെ പപ്പടം പൊരിച്ചുണ്ട്. പപ്പടം നല്ല പൊരിച്ചാൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അപ്പയിലിട്ട് വെച്ചിട്ട് പിന്നെ ഇതാ ചോറ് ഇതാ ഇറക്കി വെച്ചു. ചോറ് വേവാനിരിക്കുന്നു. അപ്പോൾ കാക്കാനെ കാണാമല്ലോ മീനിന് പോയിട്ട്. ഇതേ വന്നിട്ടില്ല. ഇതേ വരുമ്പോൾ തരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വന്നാണ് പൊരിക്കാൻ വെച്ചിട്ടാണ്. എല്ലാ പണി ഒരുങ്ങി തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി മീനുകൊണ്ട് ചിലപ്പോൾ നന്നാക്കി തരും അങ്ങനെയൊക്കെ കേട്ടോ. കാക്ക കുളിക്കണതിൻ്റെ മുന്നേ ഞാൻ കുളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കേട്ടോ തളച്ചെണ്ണ വാങ്ങി വെക്കുകയാണ്. ഇറക്കി വയ്ക്കുക. തീ ഓഫാക്കിയാൽ മതി. ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടതയും കുറേ വട്ടം ഇട്ട തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ പണി ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു ഇഷ്ടമാവുക ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യും. ചില ആൾക്കാർ കഞ്ഞിയുടെ വെള്ളത്തിൽ വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. പല വിധം ഉണ്ടാക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ. അപ്പോൾ നല്ല ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ്. പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ടല്ലോ. പച്ചമുളകും വാടി കിട്ടും. പിന്നെന്താ പച്ചമുളക് തിന്നാൻ നല്ല രസമാണ് അതിട്ട്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയിൽ ചതക്കുക. ചെറുതാക്കി അരിഞ്ഞാലും മതി. ഇപ്പോൾ കേട്ടോ എല്ലാം തലയൊക്കെ വന്നിരിക്കുന്നു. വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ ഒരു കയ്പുണ്ടാവും. അത് നമ്മൾ പാകത്തിന് വേവിക്കണം. മുരിങ്ങ പറഞ്ഞ സാധനം മുരിങ്ങക്ക് അത്ര വേവൊന്നുമില്ല കേട്ടോ. ഒരു തള ഇളക്കുമ്പോൾ തന്നെ നല്ല വേവും. വല്ലാതെ വെന്ത ഒരു തരം വേറെ കളർ വയ്ക്കാറ്. അപ്പോൾ രസം ഉണ്ടാക്കുക. ചീര ആയാലും മുരിങ്ങ ആയാലും ഒക്കെ പാകത്തിന് വേവാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നാളെ വേറെ വീഡിയോയ്ക്ക് വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും. അതാണ് തീ ഓഫാക്കാം. നാളെ